ഗുഡ് മോർണിംഗ്. എല്ലാവരും വിക്ടേഴ്സ് ചാനലിൽ ക്ലാസ്സസൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? എക്കണോമിക്സിൻ്റെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. മൈക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഒന്നുകൂടെ ആ ചാപ്റ്റർ ഒന്ന് സമ്മറൈസ് ചെയ്ത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ നിങ്ങളുടെ എക്കണോമിക്സ് ടീച്ചറാണ്, മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ സെക്കൻഡ് ഇയറിൽ നമ്മൾ എക്കണോമിക്സിന് 2 ടെക്സ്റ്റ് ബുക്സാണുള്ളത്. ഒന്ന് മൈക്രോ എക്കണോമിക്സും മറ്റേത് മാക്രോ എക്കണോമിക്സും. മൈക്രോ എക്കണോമിക്സിനകത്ത് 6 ചാപ്റ്റേഴ്സാണുള്ളത്. മാക്രോ എക്കണോമിക്സിൽ 8 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം, മൈക്രോ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡായ മൈക്രോസിൽ നിന്നാണ് മൈക്രോ ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അതുപോലെ ഗ്രീക്ക് വേർഡായ മാക്രോസിൽ നിന്നാണ് മാക്രോ എക്കണോമിക്സ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ മീനിങ് നിങ്ങൾക്കറിയാം. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. മൈക്രോസ് എന്ന് വെച്ചാൽ ചെറുത്, സ്മോൾ. മാക്രോസ് ലാർജ്, വലുത്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് ഇക്കോണമിയിലെ ചെറിയ ചെറിയ യൂണിറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ്. മാക്രോ എക്കണോമിക്സ് ഇക്കോണമിയിലെ വലിയ യൂണിറ്റുകൾ അല്ലെങ്കിൽ അഗ്രഗേറ്റ്സ് എന്ന് പറയും, മൊത്തത്തിലുള്ള എന്നാണ് അർത്ഥം, പഠനമാണ്. അപ്പോൾ മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നിങ്ങൾ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞത്. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷനാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ എക്കണോമിക്സിൻ്റെ കുറച്ച് ഡെഫിനിഷൻസ് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? 4 ഡെഫിനിഷൻസാണ് പഠിച്ചത്. വെൽത്ത് ഡെഫിനിഷൻ ആഡം സ്മിത്തിൻ്റെ, വെൽഫെയർ ഡെഫിനിഷൻ ആൽഫ്രഡ് മാർഷലിൻ്റെ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ലിയോണൽ റോബിൻസിൻ്റെ, പിന്നെ ഗ്രോത്ത് ഡെഫിനിഷൻ സാമുവൽസണിൻ്റെ. അതിൽ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു സ്കേഴ്സിറ്റി ഡെഫിനിഷനിൽ പറഞ്ഞിരുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ലിയോണൽ റോബിൻസ് എക്കണോമിക്സിനെ നിർവചിച്ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത്, എല്ലാ മനുഷ്യർക്കും നിരവധി ആവശ്യങ്ങളുണ്ട്, അൺലിമിറ്റഡ് വാണ്ട്സ്. ഈ ആവശ്യങ്ങളൊക്കെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? പണം വേണം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് പണം എന്ന് പറയാം. ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് നമ്മൾ കുറച്ചുകൂടെ വിശാലമായ ഒരു കോൺസെപ്റ്റാണ് പറയുന്നത്, റിസോഴ്സസ് എന്ന് പറയും, വിഭവങ്ങൾ. അപ്പോൾ ഒരു മനുഷ്യന് നിരവധി ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ പണം വേണം എന്നതുപോലെ ഒരു രാജ്യത്തിന് അതിൻ്റെ നിരവധിയായ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ റിസോഴ്സസ് വേണം. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ 2 തരമുണ്ട്. ഫിസിക്കലും ഉണ്ട്, നാച്ചുറലും ഉണ്ട്. നാച്ചുറൽ റിസോഴ്സസ് പാരമ്പര്യമായിട്ട് നമുക്ക് നമ്മുടെ പൂർവികരിൽ നിന്ന് കൈമാറി കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസോഴ്സസാണ് ഭൂമി, വനങ്ങൾ, വെള്ളം, എക്സെട്ര. ഫിസിക്കൽ റിസോഴ്സസ് എന്ന് പറയുന്നത് മാൻ മെയ്ഡ് റിസോഴ്സസ് ആണ്. കെട്ടിടങ്ങൾ, റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയവ. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള മനുഷ്യരുടെ നിരവധിയായ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ സാധിക്കും. ആവശ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതിനൊരു പ്രത്യേകതയുണ്ട്. അൺലിമിറ്റഡ് ആണത്. അതിനൊരു പരിധിയില്ല, പരിമിതിയില്ല.
പക്ഷേ റിസോഴ്സസിൻ്റെ കാര്യം അങ്ങനെയല്ല. റിസോഴ്സസിന് പരിധിയുണ്ട്. റിസോഴ്സസ് സ്കേഴ്സാണ്, അതായത് ദുർലഭമാണ്. എങ്ങനെ ഈ സ്കേഴ്സായിട്ടുള്ള റിസോഴ്സസ് വച്ച് ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ സാധിച്ചെടുക്കും എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചും ഒരു രാജ്യത്തിനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രശ്നം. അപ്പോൾ നമ്മുടെ പ്രശ്നം റിസോഴ്സസ് തീരെ കുറവ്, സ്കേഴ്സും ആവശ്യങ്ങൾ അൺലിമിറ്റഡും ആണ് എന്നതാണ്. പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്ന മറ്റൊരു പ്രത്യേകത കൂടി ഈ റിസോഴ്സസിനുണ്ട്. ഈ റിസോഴ്സസ് ഓൾട്ടർനേറ്റീവ് യൂസസിന് ഉപയോഗിക്കാം എന്നുള്ളതാണ് അത്. അതായത് ഒരേ റിസോഴ്സസ് തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ റിസോഴ്സസ് തീരെ കുറവാണ്, ആവശ്യങ്ങൾ അനവധിയാണ്, റിസോഴ്സസിന് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് എങ്ങനെ അനവധി ആവശ്യങ്ങൾ സാധിച്ചെടുക്കാം എന്ന് ബുദ്ധിപരമായി എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് ആണ് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കേണ്ടത് എന്നാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷനിൽ ലിയോണൽ റോബിൻസ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് എല്ലാ മനുഷ്യരുടെയും എല്ലാ സമൂഹങ്ങളുടെയും എല്ലാ രാജ്യങ്ങളുടെയും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നം. എല്ലാ രാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന ഈ സാമ്പത്തിക പ്രശ്നത്തെ നമുക്ക് 3 ഹെഡിങ്സ് ആയിട്ട് പഠിക്കാം. ഇതിനെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്നാണ് പറയുന്നത്. 3 സെൻട്രൽ പ്രോബ്ലംസ് ആണ് ഒരു ഇക്കോണമിക്കുള്ളത്. ഒന്ന്, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. എന്തുൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം. 2, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. 3, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ 3 സെൻട്രൽ പ്രോബ്ലംസ് ആണ് ഇക്കോണമിക്ക് ഉള്ളത്. ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് വേണ്ടതെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഒരു ഇക്കോണമി ആദ്യം തീരുമാനമെടുക്കണം അതിൻ്റെ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് എന്തൊക്കെയാണ് ജനങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ടത് എന്നത്. അങ്ങനെ തീരുമാനമെടുത്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങാവൂ. അല്ലെങ്കിൽ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവായി പോവുകയും അത്യാവശ്യമുള്ളവ ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യ ഇക്കോണമി തീരുമാനിക്കേണ്ടത് എന്തൊക്കെ സാധനങ്ങളാണ് അത്യാവശ്യമായി ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നാണ്. അതിനോടൊപ്പം തന്നെ തീരുമാനമെടുക്കേണ്ട മറ്റൊരു പ്രശ്നമാണ് ഓരോന്നും എത്ര വീതം ഉൽപ്പാദിപ്പിക്കണം എന്നത്. ഇപ്പോൾ ഇക്കോണമി അരിയും ഗോതമ്പും തുണിയും ആണ് ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ഇത് 3 പരിധിയില്ലാതെ ഉൽപ്പാദിപ്പിക്കാൻ ഇക്കോണമിക്ക് സാധിക്കില്ല. 3 ലിമിറ്റഡ് ക്വാണ്ടിറ്റീസിലെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എത്ര തുണി ഉണ്ടാക്കണം, എത്ര അരി ഉൽപ്പാദിപ്പിക്കണം, എത്ര ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെയും ഇക്കോണമി ആദ്യമേ തീരുമാനിച്ച് വയ്ക്കണം. ഇതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അതായത് ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നേരത്തെ തീരുമാനിച്ചു വച്ചിരിക്കുന്ന സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്
എന്നാണ് ഈ ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ കൂടുതൽ മനുഷ്യരെയും, അതായത് തൊഴിലാളികളെയും, കുറച്ച് മെഷീൻസും ഉപയോഗിച്ച് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ തൊഴിലാളികളുടെ എണ്ണം കുറച്ചുകൊണ്ട് കൂടുതൽ മെഷീൻസ് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാം. ഇതിലേത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം. ആദ്യം പറഞ്ഞത്, അതായത് കൂടുതൽ തൊഴിലാളികളും കുറച്ച് മെഷീൻസും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയെ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്നാണ് പറയുന്നത്. അതുപോലെ കൂടുതൽ മെഷീൻസും കുറച്ച് തൊഴിലാളികളും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്നും പറയും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ഹൗ ടു പ്രൊഡ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിലേത് സാങ്കേതിക വിദ്യ, ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കാണോ നല്ലത് അതോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കാണോ നല്ലത് എന്നതാണ്. ഒരു രാജ്യത്തെ സിറ്റുവേഷൻ അനുസരിച്ച് തീരുമാനിക്കാം ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് വേണോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് വേണോ എന്നത്. നമ്മളെ പോലുള്ള തൊഴിലില്ലായ്മ രൂക്ഷമായ ഒരു രാജ്യത്ത് തീർച്ചയായും ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് തന്നെയായിരിക്കും നല്ലത്. ക്യാപിറ്റൽ ധാരാളമുള്ള രാജ്യങ്ങൾക്ക് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് ഉപയോഗിക്കാം. മൂന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രശ്നം, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് വച്ചാൽ അതിൻ്റെ അർത്ഥം ഈ ഉൽപ്പാദിപ്പിച്ചു വച്ചിരിക്കുന്ന സാധന സേവനങ്ങൾ എങ്ങനെ വിതരണം ചെയ്യും എന്നതാണ്. ഇതാർക്കാണ് കൊടുക്കേണ്ടത്, ആർക്കൊക്കെ എത്രയൊക്കെ കൊടുക്കണം എന്നതാണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എങ്ങനെ വിതരണം ചെയ്യും, ആരൊക്കെയാണ് ഈ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിച്ചിരിക്കുന്നത്, അവർക്കാണ് ഇത് വിതരണം ചെയ്ത് കൊടുക്കേണ്ടത്. ആരൊക്കെയാണത്? 4 പേരാണ് ഈ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ 4 പേരുടെ ശ്രമഫലമായിട്ടാണ് സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതാരൊക്കെയാണ്? 1 ലാൻഡ്, ഭൂമി, 2 ലേബർ, തൊഴിലാളികൾ, 3 ക്യാപിറ്റൽ, മൂലധനം, 4 ഓർഗനൈസേഷൻ. ഇവരെ എല്ലാവരെയും കൂടെ സംഘടിപ്പിച്ച് ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടപ്പിലാക്കിയ സംഘടന. ഈ സംഘടനയെ നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയും. അതുപോലെ സംഘാടകനെ ഓൺട്രപ്രണർ എന്നും പറയും. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്പ്, ഇവരെ 4 പേരെയും നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറയും. ഇവർ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ചെയ്ത ജോലി എന്താണോ അതിനനുസരിച്ച് വേണം ഈ സാധന സേവനങ്ങൾ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ. അതായത് അതിനനുസരിച്ച് വേണം അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കാൻ, പ്രതിഫലം കൊടുക്കാൻ. എന്തൊക്കെയാണ് ഇവരുടെ പ്രതിഫലങ്ങൾ? ലാൻഡിന് നമ്മൾ റെൻറ്റ് കൊടുക്കും, ലേബറേഴ്സിന് നമ്മൾ വേജസ് കൊടുക്കും, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കും, ഓൺട്രപ്രണർഷിപ്പിന് പ്രോഫിറ്റ് കൊടുക്കും. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 4 എണ്ണമാണ്: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. ഇവരുടെ പ്രതിഫലങ്ങൾ റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി? 3 എണ്ണമാണുള്ളത്: വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ, രണ്ടാമത്തത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, അതായത് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കിലൂടെയാണോ അതോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കിലൂടെയാണോ, മൂന്നാമത്തത് ആർക്കു വേണ്ടി, അതായത് ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിക്കുന്ന പ്രോബ്ലമാണ്
പ്രോബ്ലമാണ് അത്. ലാൻഡിനും ലേബറിനും ക്യാപിറ്റലിനും ഓർഗനൈസേഷനും എങ്ങനെ വിതരണം നടത്തും, റെൻ്റായിട്ടും വേജസായിട്ടും ഇൻട്രസ്റ്റായിട്ടും പ്രോഫിറ്റായിട്ടും. ഇനി നമുക്ക് ഈ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിലേക്ക് കടക്കാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയും, PPC, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയും, PPF. ഇത് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. അതായത് കുറച്ച് റിസോഴ്സസ്, ലിമിറ്റഡ് റിസോഴ്സസ് മാത്രമുള്ള ഒരു ഇക്കോണമി അതിൻ്റെ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റുന്നു എന്ന് കാണിക്കുന്ന ഒരു കർവാണിത്. എക്കണോമിക്സിലെ തിയറീസ് എല്ലാം മിക്കവാറും അസംഷൻസിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്, അതായത് സങ്കല്പങ്ങളിലാണ്. അതുപോലെ നമ്മളിവിടെയും സങ്കല്പിക്കുകയാണ്. ഒരു ഇക്കോണമി എടുക്കുക, അതിന് 2 ഗുഡ്സ്, ഉൽപ്പന്നങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ, കോണും കോട്ടണും. ലഭ്യമായ റിസോഴ്സസ് ഉപയോഗിച്ച് അതെങ്ങനെയാണ് അതിൻ്റെ ജനങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് കോണും കോട്ടണും പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. ഈ ടേബിൾ ശ്രദ്ധിക്കൂ. അതിൻ്റെ ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത് പോസിബിലിറ്റീസ്, സാധ്യതകൾ. ലഭ്യമായ റിസോഴ്സസ് വച്ചിട്ട് ഇക്കോണമിക്ക് കോണും കോട്ടണും പല തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാം. അതായത് റിസോഴ്സസിനെ പലതരത്തിൽ കമ്പൈൻ ചെയ്തിട്ട് ഇക്കോണമിക്ക് കോണും കോട്ടണും പ്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ 5 കോമ്പിനേഷൻസാണ് കൊടുത്തിട്ടുള്ളത്. A, B, C, D, E. ഇത്രയുമല്ല, ഒരുപാട് കോമ്പിനേഷൻസ് കാണാം. അതിൽ 5 എണ്ണമാണ് A, B, C, D, E. ഈ കോമ്പിനേഷൻസിനെയാണ് നമ്മൾ പോസിബിലിറ്റീസ്, സാധ്യതകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സാധ്യത നോക്കൂ, A എന്ന് പറയുന്ന സാധ്യത. ഈ പോസിബിലിറ്റിയിൽ ഇക്കോണമി അതിൻ്റെ റിസോഴ്സസ് മുഴുവനും എടുത്ത് കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യാനാണ് തീരുമാനിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇക്കോണമിക്ക് 10 യൂണിറ്റ് കോട്ടണാണ് ഉണ്ടാക്കാൻ പറ്റുക. കോണൊന്നും ഉണ്ടാക്കുന്നില്ല, 0 ആണ്. രണ്ടാമത്തെ പോസിബിലിറ്റി നോക്കൂ, രണ്ടാമത്തെ കോമ്പിനേഷൻ B എന്ന് പറയുന്നത്. ആ പോസിബിലിറ്റിയിൽ ഇക്കോണമി റിസോഴ്സസ് കോണിന് വേണ്ടും കൂടി മാറ്റിവെക്കുന്നു, കുറച്ച്. അതായത് 1 യൂണിറ്റ് കോൺ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ കോട്ടണിൻ്റെ ഉൽപ്പാദനം 10ൽ നിന്ന് 9 കുറയുന്നു. മൂന്നാമത്തെ പോസിബിലിറ്റി C. ആ പോസിബിലിറ്റിയിൽ ഇക്കോണമി 1 യൂണിറ്റും കൂടെ കോൺ ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് കോൺ 2 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ കോട്ടണിൻ്റെ ഉൽപ്പാദനം 9ൽ നിന്ന് 7 കുറയും. നാലാമത്തെ പോസിബിലിറ്റി D. 1 യൂണിറ്റും കൂടെ കോൺ ഇക്കോണമി ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് 3 യൂണിറ്റ് കോൺ. അപ്പോൾ കോട്ടണിൻ്റെ ഉൽപ്പാദനം 7ൽ നിന്ന് 4 കുറയുന്നു. അവസാനത്തെ പോസിബിലിറ്റി E എന്ന് പറയുന്ന പോസിബിലിറ്റിയിൽ കോൺ 4 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പം കോട്ടണിൻ്റെ ഉൽപ്പാദനം നടക്കുന്നില്ല. അതായത് അത് 0 ആകുന്നു. അതായത് റിസോഴ്സസ് എല്ലാം കോണിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ 4 യൂണിറ്റ് കോണാണ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. എല്ലാ റിസോഴ്സസും കോട്ടണിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ 10 യൂണിറ്റ് കോട്ടണാണ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. ഈ ഡയഗ്രാം ശ്രദ്ധിക്കും. ഈ ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഡയഗ്രമാണിത്. ഈ കാണുന്ന കേവാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേവ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയും. A, B, C, D, E
5 പോസിബിലിറ്റീസ് ആ കേവിൽ കാണാം. ഇക്കോണമിയുടെ റിസോഴ്സസ് മുഴുവനും ഉപയോഗിച്ചു കൊണ്ടുള്ള പോസിബിലിറ്റീസാണ് ABCDE എന്ന് പറയുന്നത്. ഈ കേവിൻ്റെ താഴെ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സിലൊക്കെ ഇക്കോണമി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസോഴ്സസ് അത് മുഴുവനായും ഉപയോഗിക്കുന്നില്ല എന്നാണ് അർത്ഥം. ഈ കേവിൻ്റെ മുകളിലും ധാരാളം പോയിൻറ്റ്സ് ഉണ്ട്. പക്ഷേ ആ ഒരു പോയിൻറ്റിലും ഇക്കോണമിക്ക് തൽക്കാലം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. കാരണം അതിന് ആവശ്യമായ റിസോഴ്സസ് ഇല്ല. ലഭ്യമായ റിസോഴ്സസ് വെച്ച് ഈ കേവിൽ എവിടെയെങ്കിലും നിന്നുകൊണ്ട് ഇക്കോണമിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. A എന്ന പോയിൻറ്റിലോ ബിയിലോ സിയിലോ ഡിയിലോ ഇയിലോ. അതിലേത് പോയിൻ്റ് വേണമെന്ന് ഇക്കോണമി തീരുമാനിക്കും. ഇക്കോണമി പോയിൻ്റ് എയും പോയിൻ്റ് ഇയും മിക്കവാറും തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ല. കാരണം പോയിൻ്റ് എയിൽ കോട്ടൺ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, പോയിൻ്റ് ഇയിൽ കോൺ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. 2 ഉൽപ്പന്നങ്ങൾ മാത്രമേ ആകപ്പാടെ ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് തീരെ ഒഴിവാക്കാൻ ഇക്കോണമിക്ക് താല്പര്യമുണ്ടാവില്ല. അതുകൊണ്ട് ഇക്കോണമി മിക്കവാറും ബിയിലോ സിയിലോ ഡിയിലോ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് സിറ്റുവേഷൻ അനുസരിച്ച് ഏത് വേണമെന്ന് ഇക്കോണമിക്ക് തീരുമാനിക്കാം. എന്താണ് ഈ കേവിൻ്റെ ഷേപ്പ്? ഇത് ഒരു കോൺകേവ് ഷേപ്ഡ് കേവാണ്. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേവിൻ്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അത് കോൺകേവ് ഷേപ്ഡാണ്. വേറൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ടേബിളിലേക്ക് നോക്കൂ. കോണിൻ്റെ പ്രൊഡക്ഷൻ 0യും കോട്ടണിൻ്റെ പ്രൊഡക്ഷൻ 10ഉമാണ് പോസിബിലിറ്റി എയിൽ. രണ്ടാമത്തെ പോസിബിലിറ്റി അതായത് ബിയിൽ 1 യൂണിറ്റ് കോൺ ഉൽപ്പാദിപ്പിച്ചപ്പോൾ കോട്ടണിൻ്റെ പ്രൊഡക്ഷൻ 9 കുറഞ്ഞു. അതായത് 1 യൂണിറ്റ് കോൺ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി 1 യൂണിറ്റ് കോട്ടൺ വേണ്ട എന്ന് വയ്ക്കേണ്ടി വന്നു ഇക്കോണമിക്ക്. മൂന്നാമത്തെ പോസിബിലിറ്റിയിൽ 1 യൂണിറ്റും കൂടെ കോൺ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇക്കോണമിക്ക് 2 യൂണിറ്റ് കോട്ടണാണ് വേണ്ടെന്ന് വയ്ക്കേണ്ടി വന്നു. അതായത് 9ൽ നിന്ന് കോട്ടൺ പ്രൊഡക്ഷൻ 7ആയി. നാലാമത്തെ പോസിബിലിറ്റി ഡിയിൽ 1 യൂണിറ്റും കൂടെ കോൺ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി കോട്ടൺ പ്രൊഡക്ഷൻ 3 യൂണിറ്റ് ഇക്കോണമിക്ക് ത്യജിക്കേണ്ടി വന്നു. അതായത് കോട്ടൺ പ്രൊഡക്ഷൻ 7ൽ നിന്ന് 4ആയി. പോസിബിലിറ്റി ഇയിൽ കോൺ പ്രൊഡക്ഷൻ 4ആയപ്പോൾ കോട്ടൺ പ്രൊഡക്ഷൻ 4 യൂണിറ്റ് ഇക്കോണമിക്ക് വേണ്ടെന്ന് വയ്ക്കേണ്ടി വന്നു. അതായത് ഓരോ യൂണിറ്റ് കൂടുതൽ കോൺ ഉൽപ്പാദിപ്പിക്കും തോറും കോട്ടണിൻ്റെ പ്രൊഡക്ഷൻ കൂടുതൽ ഇക്കോണമിക്ക് വേണ്ടാന്ന് വയ്ക്കേണ്ടി വരുന്നുണ്ട്. ആദ്യം 1 യൂണിറ്റ് വേണ്ടെന്ന് വെച്ചു, രണ്ടാമത്തേതിൽ 2 യൂണിറ്റ് വേണ്ടെന്ന് വയ്ക്കേണ്ടി വന്നു, പിന്നെ 3 യൂണിറ്റ് വേണ്ടെന്ന് വയ്ക്കേണ്ടി വന്നു, പിന്നെ 4 യൂണിറ്റ് വേണ്ടെന്ന് വയ്ക്കേണ്ടി വന്നു. അതായത് ഓരോ തവണ കോൺ ഓരോ യൂണിറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും തോറും കോട്ടണിൻ്റെ പ്രൊഡക്ഷൻ കൂടുതൽ ത്യജിക്കേണ്ടതായി വരുന്നുണ്ട് ഇക്കോണമിക്ക്. ഒരു ഗുഡിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി മറ്റേ ഗുഡിൻ്റെ അളവ് എത്രയാണോ ത്യജിക്കേണ്ടി വരുന്നത് ഇതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. എന്തു പറയും? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇവിടെ കോണിൻ്റെ അളവ് ഓരോ തവണയും ഓരോ യൂണിറ്റ് കൂട്ടുന്നതിന് വേണ്ടി കോട്ടണിൻ്റെ അളവ് എത്രയാണോ ത്യജിക്കേണ്ടി വന്നത് ഇതിനെയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഗുഡിൻ്റെ 1 യൂണിറ്റ് കൂട്ടുന്നതിന് വേണ്ടി മറ്റേ ഗുഡിൻ്റെ എത്ര യൂണിറ്റാണോ ഫോർഗോ ചെയ്യേണ്ടി വന്നത് അതിനെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. നമുക്ക് കാണാം
മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇവിടെ കൂടിക്കൂടി വരികയാണ്. ആദ്യം അത് 1 പിന്നെ 2 പിന്നെ 3 പിന്നെ 4. അതായത് MOC ഈസ് ഇൻക്രീസിങ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓരോ പോസിബിലിറ്റിയിലും കൂടിക്കൂടി വരുന്നു. ഇതാണ് ഈ കേവിന് കോൺകേവ് ഷേപ്പ് വരാനുള്ള കാരണം. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേവിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഇതിനെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നും പറയുമെന്ന് പറഞ്ഞു. ഫ്രോണ്ടിയർ എന്ന് വെച്ചാൽ എന്താണ്? അതിർത്തി. നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് വെച്ച് നമുക്ക് പോകാൻ പറ്റുന്ന ലിമിറ്റാണ്, അതിർത്തിയാണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേവ്. അതിനപ്പുറം നമുക്ക് തൽക്കാലം പോകാൻ പറ്റില്ല, കാരണം നമ്മുടെ കയ്യിൽ റിസോഴ്സസ് ഇല്ല. അതിൽ താഴെ വെച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ നമ്മൾ റിസോഴ്സസ് ഉപയോഗിക്കാതെ വേസ്റ്റ് ചെയ്ത് കളയുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് എപ്പോഴും ഉചിതമായത് ആ കേവിൽ നിന്നുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇനിയും അടുത്ത ടോപ്പിക്ക് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ഓരോ ഇക്കോണമിയും എങ്ങനെയാണ് ഈ സെൻട്രൽ പ്രോബ്ലംസ് കൈകാര്യം ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു ഇക്കോണമിയിൽ ഏത് തരം എക്കണോമിക് സിസ്റ്റമാണ് നിലനിൽക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് എങ്ങനെയാണ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് കൈകാര്യം ചെയ്യുന്നത് എന്നത്. ഏത് തരം എക്കണോമിക് സിസ്റ്റം എന്ന് പറയുമ്പം 2 തരം സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് പറയാം. ഒന്ന് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്നും പറയാറുണ്ട്. രണ്ടാമത്തത് മാർക്കറ്റ് ഇക്കോണമി, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്നും പറയാറുണ്ട്. ആദ്യത്തേത് നോക്കാം, സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് തീരുമാനിക്കുന്ന ഒരു ഇക്കോണമിയാണ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. അവിടെ ഒരു പ്ലാനിംഗ് ബോർഡ് ഉണ്ടാവും. ആ പ്ലാനിംഗ് ബോർഡ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. പ്ലാനിംഗ് ബോർഡ് പ്ലാനിങ്ങിലൂടെ, ആസൂത്രണത്തിലൂടെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നത്. അവിടെ ഗവൺമെൻറ്റാണ് മെയിൻ. ഗവൺമെൻറ്റിൻ്റെ പ്രധാന ഉദ്ദേശ്യം ജനങ്ങളുടെ നന്മയാണ്, ജനങ്ങളുടെ വെൽഫെയറാണ്. അപ്പോൾ ജനങ്ങൾക്ക് ക്ഷേമമുണ്ടാകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണോ അതൊക്കെ ഗവൺമെൻറ് ചെയ്യും. ആസൂത്രണം ചെയ്തിട്ടാണ് ചെയ്യുക, പ്ലാനിംഗ് ബോർഡിൻ്റെ സഹായത്തോടു കൂടി. രണ്ടാമത്തെ തരം ഇക്കോണമി മാർക്കറ്റ് ഇക്കോണമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. അവിടെ എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസും മാർക്കറ്റിലൂടെയാണ് ഓർഗനൈസ് ചെയ്യപ്പെടുന്നത്. മാർക്കറ്റ് എന്ന് പറയുമ്പം അവിടെ 2 പേരാണ് പ്രധാനമായിട്ടും പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ളത്, ബയേഴ്സും സെല്ലേഴ്സും, വാങ്ങുന്നവരും വിൽക്കുന്നവരും. ബയേഴ്സ് എന്താ ചെയ്യുന്നത്? അവർ ഡിമാൻഡ് ചെയ്യുന്നു. സെല്ലേഴ്സ് എന്താ ചെയ്യുന്നത്? അവർ സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മാർക്കറ്റിനെ ഭരിക്കുന്ന 2 പ്രധാന ശക്തികളാണ് ഡിമാൻഡും സപ്ലൈയും. ഈ 2 ശക്തികൾ ചേർന്ന് മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറയും, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഈ 2 ശക്തികൾ ചേർന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനെയാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാർക്കറ്റ് ഇക്കോണമിയിൽ പ്രശ്നപരിഹാരം നടത്തുന്നത് പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ്. ശരിക്കു പറഞ്ഞാൽ മുഴുവനായും ഗവൺമെൻറ് ഭരിക്കുന്നതോ മുഴുവനായും മാർക്കറ്റ് ഭരിക്കുന്നതോ ആയ ഒരു സിസ്റ്റം ഇന്ന് ഒരു രാജ്യത്തും നിലവിലില്ല. എല്ലായിടത്തും മിക്സഡ് ഇക്കോണമീസാണുള്ളത്. എന്ന് പറഞ്ഞാൽ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയുടെയും മാർക്കറ്റ് ഇക്കോണമിയുടെയും ഒരു മിക്സ്ചറാണ് മിക്സഡ് ഇക്കോണമി. അതായത് ഇതിൻ്റെ 2ൻ്റെയും ഫീച്ചേഴ്സ് ഇക്കോണമിയിൽ കാണാൻ സാധിക്കും. അവിടെ ഗവൺമെൻറ്റും ഉണ്ടാവും,
മാർക്കറ്റും ഉണ്ടാവും. അപ്പോൾ പ്രശ്നപരിഹാരത്തിന് പ്ലാനിങ്ങും ഉപയോഗിക്കും, പ്രൈസ് മെക്കാനിസവും ഉപയോഗിക്കും. മിക്കവാറും എല്ലാ രാജ്യങ്ങളും മിക്സഡ് ഇക്കോണമീസാണ്. അവിടെ പ്ലാനിങ്ങും നടക്കുന്നുണ്ട്, പ്രൈസ് മെക്കാനിസവും നടക്കുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ ഒരു ചെറിയ ടോപ്പിക്ക് കൂടെയുണ്ട്, പോസിറ്റീവ് എക്കണോമിക്സും നോർമറ്റീവ് എക്കണോമിക്സും. ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞു. ഓരോ തരം ഇക്കോണമിയും ഓരോ തരത്തിലാണ് എക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. അവിടെ നിലനിൽക്കുന്ന എക്കണോമിക് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി പ്ലാനിങ്ങിലൂടെയും, മാർക്കറ്റ് ഇക്കോണമി പ്രൈസ് മെക്കാനിസത്തിലൂടെയും, മിക്സഡ് ഇക്കോണമി ഇത് രണ്ടിലൂടെയും ആണ് എക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. എങ്ങനെയാണ് പ്ലാനിങ്ങിലൂടെ ഒരു സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രൈസ് മെക്കാനിസത്തിലൂടെ ഒരു മാർക്കറ്റ് ഇക്കോണമി എക്കണോമിക് പ്രോബ്ലംസിന് പരിഹാരം കണ്ടെത്തുന്നത്? ഇതിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോസിറ്റീവ് എക്കണോമിക് അപ്രോച്ച് എന്ന് പറയുന്നത്. നോർമറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാർഗങ്ങളിലൂടെ, അതായത് പ്ലാനിങ്ങിലൂടെ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, പ്രൈസ് മെക്കാനിസത്തിലൂടെ മാർക്കറ്റ് ഇക്കോണമി ഒക്കെ കണ്ടെത്തിയ പരിഹാര മാർഗങ്ങൾ എത്രത്തോളം ഡിസൈറബിളാണ്, എത്രത്തോളം അഭികാമ്യമാണ് എന്നതിനെ അനലൈസ് ചെയ്യുന്നതാണ് നോർമറ്റീവ് എക്കണോമിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതാണ് പോസിറ്റീവ് എക്കണോമിക്സും നോർമറ്റീവ് എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഉള്ളത്. സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും അതൊരു 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. പിന്നെ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് മാക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് അതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അത് അധികം പറയാതിരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ വളരെ സിമ്പിളാണ്. എല്ലാവരും പെട്ടെന്ന് പഠിച്ചെടുക്കണം. ബൈ.